ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മാഗിക്ക് ബോംബുണ്ടാക്കി കൊടുത്തയാൾ മഹേഷിൻ്റെ ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹേഷ് അയാളെ കണ്ടപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് മാഗിയുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു, എത്ര സമയം കൊണ്ട് ഇനി ആ ബോംബ് പൊട്ടുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അയാൾ സംസാരിച്ചിട്ട് മഹേഷിൻ്റെ അടുത്ത് വന്നപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അയാളുടെ മുഖം കണ്ടപ്പോൾ. അങ്ങനെ അയാൾ മഹേഷിനെ മാറ്റി നിർത്തിയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആർക്ക് വേണ്ടിയാണെന്ന് അറിയാത്തതുകൊണ്ട് മഹേഷ് പറയുന്നുണ്ട്, എടാ അത് വേണമായിരുന്നോ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നീയാ പെടുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ പറയാണ്, ഇല്ലടാ അവരെ പോലീസ് പിടിച്ചാലും എൻ്റെ പേര് പറയില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അവർക്ക് ഈ ബോംബുണ്ടാക്കി കൊടുത്തത് കാരണം ഇനി എനിക്ക് ജീവിതകാലം മുഴുവൻ മറ്റൊരു ജോലിയും ചെയ്യാതെ സെറ്റിലാവാൻ പറ്റിയെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം റിസ്ക് എടുത്തത്. ശരിയടാ, എന്തായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മഹേഷ് അവനെ ഒന്ന് ഉപദേശിക്കുകയാണ്. അപ്പോഴാണ് അയാളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ മാഗിയായിരുന്നു വിളിച്ചത്. അപ്പോൾ മഹേഷിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അയാൾ ഫോൺ എടുത്തപ്പോൾ മാഗയുടെ ആ ഒരു ചിത്രം അതിനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വേഗം കോൾ അറ്റൻഡ് ചെയ്യാണ്. എന്താ മാഡം എന്ന് ചോദിച്ചപ്പോൾ മാഗ പറയുന്നുണ്ട്, സോറി അറിയാതെ കൈതട്ടിപ്പോയതാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ മഹേഷ് മാഗയുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മാഗയുടെ നമ്പറും മഹേഷ് നോക്കുവാണ്. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന്. അത് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അറിയാവുന്ന ആളെന്ന് വെച്ചാൽ നിനക്ക് എങ്ങനെയാണ് അറിയുക? മഹേഷ് വീണ്ടും കുത്തി ചോദിക്കുകയാണ്. എനിക്ക് കുറച്ചൊരു പരിചയമുള്ള ആൾ, അത്രയേ ഉള്ളൂ. അയാൾ പറയാൻ കൂട്ടാക്കുന്നില്ല. എന്താടാ നിനക്ക് അവരെ അറിയുമോ? അയാൾ തിരിച്ച് മഹേഷിനോട് ചോദിക്കുകയാണ്. അപ്പം മഹേഷ് പുച്ഛത്തോടെ പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. ചന്ദ്രികയുടെ വിഷയത്തിൽ എന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ചത് തന്നെ ഇവള് കാരണമാണ്. അത് കേട്ടപ്പോൾ അയാൾ ചെറുതായിട്ടൊന്ന് ഭയന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മേഘ പുറത്ത് പ്രിയയും കാത്തു നിൽക്കുകയാണ്. അവൾ സ്നേക്കിനെയൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എന്താ പ്രിയ, സ്നേക്കിനെയൊക്കെ കണ്ടോ? ആ അമ്മ, ഞാൻ കണ്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി അമ്മ. എങ്കിൽ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. പോവാം. അപ്പോഴേക്കും അതുവഴി ഒരു ഓട്ടോ വന്നപ്പോൾ മേഘ കൈ കാണിച്ച് ഓട്ടോ നിർത്തുവാണ്. എന്നിട്ട് വീട്ടിലേക്ക് പോവാണ്. മഹേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും അയാൾക്കും നല്ല ഭയമായിട്ടുണ്ടായിരുന്നു. എന്താടാ നീ പറയുന്നത്? നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത് ഇവരായിരുന്നെന്നോ? അതേടാ, ഇവളെ സഹായിക്കാൻ പോയിട്ടാണ് ഞാൻ പ്രശ്നത്തിൽ അകപ്പെട്ടത്. അതുകൊണ്ടാണ് ഇവളെ നിനക്കിങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചത്. അതുകൂടി കേട്ടപ്പോഴേക്കും അയാൾക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അയാളിങ്ങനെ തലചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, ഏയ് എന്ത് പറ്റിയടാ? അത് പിന്നെ ഇവള് നിന്നെ പ്രശ്നത്തിൽ അകപ്പെടുത്തിയതുപോലെ ഇനി ഈ കാര്യത്തിൽ എന്നെയും പ്രശ്നത്തിൽ അകപ്പെടുമോ എന്ന് എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നടാ. മഹേഷ് ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യം? അവൾ നിന്നെ പ്രശ്നത്തിൽ അകപ്പെടുത്താൻ മാത്രം നീ എന്താ ചെയ്തത്? അയാൾ മഹേഷിനോട് എങ്ങനെയാ പറയണ്ടേന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഏയ് മര്യാദയ്ക്ക് പറ, എന്താ കാര്യം? അവസാനം അയാൾ പറയാണ്, ഞാൻ ടൈം ബോംബ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് ഇവർക്കാണെടാ. അത് കേട്ടതും മഹേഷ് ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഡാ നീ എന്താ ഈ പറയുന്നത്? നീ ടൈം ബോംബ് ഉണ്ടാക്കി കൊടുത്തത് ഇവൾക്കാണെന്നോ? അതേടാ. മഹേഷിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, ആകെ തല ചുറ്റുന്നത് പോലെ. എടാ, മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ നിൻ്റെ കയ്യിൽ നിന്നും ടൈം ബോംബ് വാങ്ങിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും അയാൾക്ക് മനസ്സിലായിട്ടില്ല. അയാൾ ചോദിക്കുന്നുണ്ട്, മഹേഷ് ആരാടാ ഈ മഹേന്ദ്രൻ? അയ്യോ, ചന്ദ്രികയുടെ അച്ഛനെടാ. അത് കേട്ടതും അയാളും ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാടാ നീ പറയുന്നത്? അതേടാ, ആ വീട്ടിലാണ് ചന്ദ്രികയും എൻ്റെ മകള് മലരും എല്ലാവരും ഉള്ളത്. മേഘയ്ക്ക് ചന്ദ്രികയുടെ വളർച്ച കണ്ട് സഹിക്കാനാവുന്നില്ല. അവൾക്ക് ചന്ദ്രികയെ വല്ലാത്ത ദേഷ്യമാണ്. അതുകൊണ്ട് ചന്ദ്രികയെ കൊല്ലാൻ വേണ്ടിയായിരിക്കും അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഡേയ്, ആ ബോംബ് പൊട്ടാൻ പാടില്ലടാ. അത് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് കേട്ടതും അയാൾ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്നിട്ട് അയാൾ മഹേഷിനോട് പറയുന്നുണ്ട്, എടാ എൻ്റെ അറിവിൽ എനിക്ക് ആ ബോംബ് ഡിസ്ട്രോയ് ചെയ്യാൻ അറിയില്ലടാ. ആ ബോംബ് പൊട്ടുവാണെങ്കിൽ ആ വീട്ടിലുള്ളവർ മാത്രമല്ല, മുഴുവനായിട്ടും ആ വീടിൻ്റെ പരിസരം പോലും കത്തി നശിച്ചു പോവടാ. അയാൾ പറഞ്ഞു കേട്ടത് മഹേഷിന് ആകെ വല്ലാത്ത പേടിയാവുകയാണ്. ദൈവമേ, ഇനി എന്താ ചെയ്യുക? എടാ, ആ ബോംബ് പൊട്ടാൻ ഇനി എത്ര സമയമുണ്ട്? 20 മിനിറ്റ് കൊണ്ട് ഇനി ആ ബോംബ് പൊട്ടുവടാ. അയാൾ പറഞ്ഞു കേട്ടത് മഹേഷ് വേഗം വാച്ചിലേക്ക് നോക്കുവാണ്. ശരി നിൽക്കടാ, ഞാൻ വേഗം തന്നെ പോലീസിലേക്ക് ഫോൺ ചെയ്യാം. അവർ ബോംബ് സ്ക്വാഡ് അയച്ചിട്ട് അവർ കണ്ടുപിടിച്ചോളും. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഏയ് വിളിക്കല്ലേടാ. എടാ പോലീസിനെ വിളിക്കല്ലടാ. പിന്നെ എടാ, പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനല്ലേടാ പെടുക? വേണ്ടടാ, എനിക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേടാ. നമുക്ക് തന്നെ ചെന്ന് എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചെടുക്കാടാ.
മഹേഷിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കൂട്ടുകാരനെ രക്ഷിക്കുകയും വേണം, ആ ബോംബ് പൊട്ടിത്തെറിക്കാതിരിക്കുകയും വേണം. എടാ നമ്മൾ എന്താ ചെയ്യുക പിന്നെ? നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് ആ ബോംബ് കണ്ടുപിടിക്കാടാ. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ അയാൾ പ്രതീക്ഷ കൊടുക്കുകയാണ്. മഹേഷ് ആകെ കൺഫ്യൂഷനായിട്ട് ചോദിക്കുന്നുണ്ട്, ശരി നിന്നെക്കൊണ്ട് ആ ടൈം ബോംബ് ഏത് തേങ്ങക്കുള്ളിലാണ് വെച്ചത് എന്ന് നോക്കി കണ്ടുപിടിച്ചെടുക്കാൻ പറ്റുമോ? ആ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെടാ. ശരി എങ്കിൽ വാ, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ ബൈക്കിൽ പോവാം. അതൊന്നും വേണ്ട, നമുക്ക് ഓട്ടോയിൽ തന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് വേഗം അവൻ്റെ ഓട്ടോയുടെ അടുത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ട് പോവാണ്. വളരെ വേഗത്തിലാണ് മഹേഷ് ഓട്ടോ എടുക്കുന്നത്. അതിനിടയിൽ അവൻ ചിന്തിക്കുന്നുണ്ട്, സിദ്ധു സാറിനെ വിളിച്ചിട്ട് കാര്യം ഒന്ന് പറയാം. എന്നിട്ട് സിദ്ധാർത്ഥിനെ വിളിക്കുന്ന സമയത്ത് സിദ്ധു കോൾ എടുക്കുന്നില്ല. സിദ്ധു സാർ ഫോൺ തന്നെ എടുക്കുന്നില്ല. ശരി ഞാൻ ഒരു കാര്യം ചെയ്യാം, ചന്ദ്രികയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, ചന്ദ്രികയും ഫോൺ എടുക്കുന്നില്ല. മഹേഷ് വീണ്ടും തിരക്ക് പിടിച്ച് വണ്ടി ഓട്ടുവാണ്. അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരിക്കുകയാണ്. സത്യ എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ വന്നിട്ട് സർപ്രൈസായിട്ട് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ശരിക്കും നല്ലൊരു ഹാപ്പി ആയിരുന്നു. വാവ് സത്യ, നീ എന്താണ് പെട്ടെന്ന് സർപ്രൈസായിട്ട് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അവനും സന്തോഷത്തോടെയാണുള്ളത്. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. കൺഗ്രാറ്റ്സ് ഡാ. അപ്പോൾ താങ്ക്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രിക അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ പുഞ്ചിരിക്കുന്ന സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, ഏയ് നീ എൻഗേജ്മെൻറ്റിന് വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കരുതിയില്ല. പറഞ്ഞതുപോലെ തന്നെ നീ വന്നല്ലോ. എല്ലാവരും അവരുടെ സംസാരം ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൻ സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഡാ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കോ, നീ പറ. ഓ ബൈ ദ ബൈ ചന്ദ്രിക, ഇത് സത്യ, എൻ്റെ കോളേജ് മുതലുള്ള ഫ്രണ്ടാണ്. ചന്ദ്രികയ്ക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവൻ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഇവൻ US-ലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി US-ൽ നിന്നും വന്നതാണ്. ചന്ദ്രികയ്ക്ക് അവനെക്കുറിച്ച് പുകഴ്ത്തിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാവർക്കും അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അവൻ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തിട്ട് സിദ്ധുവിന് കൊടുക്കുകയാണ്. ദിസ് ഈസ് ഫോർ യു. അപ്പോൾ സിദ്ധു ഇങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടാമതൊരു ബോക്സ് എടുത്തിട്ട് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്. ദിസ് ഈസ് ഫോർ യു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രിക താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. 2 പേരും അവരവർക്ക് കിട്ടിയ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ ഓരോ ചെയിൻ ആയിരുന്നു. അപ്പോൾ 2 പേരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ അളിയ ആ ലോക്കറ്റ് ഒന്ന് തുറന്നു നോക്ക്. അപ്പോൾ സിദ്ധു അത് തുറന്നു നോക്കുകയാണ്. കേട്ടപ്പോൾ ചന്ദ്രികയും തുറന്നു നോക്കുന്നുണ്ട്. 2 പേരും നന്നായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഉണ്ടായിരുന്നത് ആ ഒരു ലവിൻ്റെ ലോക്കറ്റാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട്, ഒരു സൈഡിൽ സിദ്ധുവിൻ്റെ ഒരു സൈഡിൽ ചന്ദ്രികയുടെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ സന്തോഷത്തോടു കൂടി ചന്ദ്രിക അത് സിദ്ധുവിന് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും അത് കണ്ടപ്പോൾ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ അവന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക്സ് ഡാ അളിയ, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ചെറിയൊരു ഗിഫ്റ്റ് പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചന്ദ്രികയും താങ്ക്സ് ഒക്കെ പറയാണ്. ഒരുപാട് നന്നായിട്ടുണ്ട്, താങ്ക്സ്, ഇറ്റ്സ് ഓക്കെ. അവൻ പുഞ്ചിരിക്കുകയാണ്. ചന്ദ്രിക നിനക്കൊരു കാര്യം അറിയോ, ഇവൻ നന്നായിട്ട് ഡാൻസ് കളിക്കും. അത് കേട്ടതും ആരതിയാണ് പറയുന്നത്, ആഹാ അങ്ങനെയാണെങ്കിൽ പെണ്ണിനും ചെറുക്കനും വേണ്ടി ഒരു ഡാൻസ് കളിക്ക്. ഓ അതിനെന്താ, എൻ്റെ അളിയന് വേണ്ടി ഞാനൊരു ഡാൻസ് കളിക്കില്ല എന്നൊക്കെ തോന്നിയോ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം നിങ്ങളെല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കണം. അങ്ങനെയാണെങ്കിൽ സൂപ്പറാവും. ഓക്കെ സൂപ്പർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട് വെക്കാം, എന്നിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു അടിപൊളി പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ സിദ്ധാർത്ഥിനെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അതുപോലെ തന്നെ ആരതി ആകാശിനെയും. അങ്ങനെ അവർ 4 പേരും ചേർന്നിട്ട് അടിപൊളിയായിട്ടൊരു ഡാൻസ് കളിക്കുകയാണ്. അതേസമയം അമിത വേഗത്തിൽ വാഹനം ഓടിച്ചിട്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അതേപോലെ തന്നെ മാഗി ആണെങ്കിലും വളരെയധികം സന്തോഷത്തോടു കൂടിയും കിട്ടാൻ വേണ്ടി പോകുന്ന സൗഭാഗ്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വരുന്നത്. മഹേഷിനോട് ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് അയാൾ മറ്റേ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനായിരിക്കും മേഘ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അയ്യോ എടാ, ഈ മേഘ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു പിശാശാണ്. ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞാൽ ബാക്കി പിന്നീടുള്ള ആ കുടുംബത്തിലെ സ്വത്തിനുള്ള അധിപ മേഘയായിരിക്കും. അതിനാണ് ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ അവൾ ശ്രമിക്കുന്നത്. എടാ ഞാൻ വീണ്ടും പറയാണ്, അത് അവളെ നടക്കാൻ അനുവദിക്കരുത്. വേഗം വിടടാ, വേഗം വിട്. ഇതാടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പീഡിൽ തന്നെയാണ് മഹേഷ് വണ്ടി ഓട്ടുന്നത്. അതേസമയം ഇവിടെ ഇതൊന്നും അറിയാതെ നല്ല അടിപൊളി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു തേങ്ങ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബോംബ് വെച്ച ആ ഒരു തേങ്ങ. അതേസമയം മഹേഷ് അമിത സ്പീഡിൽ വാഹനം ഓടിച്ച് വന്നപ്പോൾ ഒരു സ്കൂട്ടറുകാരന് കൊണ്ടുപോയി വണ്ടി തട്ടുവാണ്.
അയാൾ നിലത്ത് വീണപ്പോൾ മഹേഷ് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾ രണ്ടും കൽപ്പിച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ വന്ന് മഹേഷിനെ തല്ലുകയാണ്, റോഡ് സ്വന്തം വകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. മഹേഷ് പക്ഷേ ഒന്നും തിരിച്ച് പറയുക പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അയാളോട് വേഗം തന്നെ സോറി പറയാണ്. മാത്രമല്ല മഹേഷിൻ്റെ കൂട്ടുകാരനെ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, അർജൻ്റെ ഒരു കാര്യത്തിന് പോകുമ്പോൾ സംഭവിച്ചു പോയതാ, ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയാണ്. ഇനി ഈ പരിസരത്ത് പോലും നിന്നെ കാണരുതെന്നൊക്കെ വാൺ ചെയ്തിട്ടാണ് അയാൾ മഹേഷിനെ വിടുന്നത്. അതേസമയം സിദ്ധുവും കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് കളിക്കുന്ന ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരതിക്കൊരാഗ്രഹം, അവൾ ഭയങ്കര വിജയുടെ ഫാനാണ്. അപ്പോൾ വിജയുടെ ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചപ്പോൾ നൈസായിട്ട് അയാൾ സമ്മതിക്കുകയാണ്. അത് മാത്രമല്ല, ഡാൻസ് കളിക്കണമെങ്കിൽ ചന്ദ്രിക കൂടി വരണം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക കൂടി വരുന്നുണ്ട്. ചന്ദ്രികയാണെങ്കിൽ മടിച്ചാണ് വരുന്നത്, അവൾക്ക് ഡാൻസൊന്നും അറിയില്ലായിരുന്നു. അവസാനം എല്ലാവരും നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രിക വരുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സിദ്ധുവും ചന്ദ്രികയും കൂടിയാണ് ഡാൻസ് കളിക്കാൻ ശ്രമിക്കുന്നത്. ചന്ദ്രികയ്ക്ക് ഒട്ടും തന്നെ ഡാൻസ് അറിയാത്തത് കാരണം അവൾ അതിന് എഫേർട്ട് എടുക്കുന്നില്ല. സിദ്ധു ഇങ്ങനെ ആ പാട്ടിലൊത്തിട്ട് കുറച്ച് ഡാൻസ് സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാട്ട് മുറുകി വന്നപ്പോഴേക്കും ആരതിയും ആകാശും അതുപോലെ തന്നെ സിദ്ധുവിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സത്യമൊക്കെ ചേർന്ന് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡാൻസ് പഠിപ്പിച്ച ആരോ ആണെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നന്നായിട്ടാണ് സത്യ ഡാൻസ് കളിക്കുന്നത്. അതിനിടയിലാണെങ്കിൽ മുത്തശ്ശിക്ക് ഡാൻസ് കളിക്കാൻ നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഇളകി കളിക്കുന്നത് കണ്ടപ്പോൾ മനോഹരം പറയുന്നുണ്ട്, ചേച്ചി ചെറുതിൽ നന്നായിട്ട് ഡാൻസ് കളിച്ചതല്ലേ, പോയിട്ട് ഡാൻസ് കളിക്കാൻ. അയ്യോ വേണ്ടടാ, അതൊക്കെ ചെറിയ പ്രായത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പിന്മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മനോഹരം വീണ്ടും പ്രചോദനം കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കും, കുട്ടികളൊക്കെ കണ്ടിട്ട് ഒന്ന് അത്ഭുതപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് എരികേറ്റി അവസാനം മുത്തശ്ശി രണ്ടും കൽപ്പിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. മുത്തശ്ശിയുടെ ആ ഒരു ആക്റ്റീവായിട്ടുള്ള ഡാൻസ് കണ്ടപ്പോൾ സിദ്ധുവും അതുപോലെ ചന്ദ്രിക ആരതിയൊക്കെ ഇങ്ങനെ ഞെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അത്രയും ആക്റ്റീവായിട്ടായിരുന്നു അവർ ഡാൻസ് കളിച്ചത്. പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും അവരെ നോക്കുന്നതിന് ശേഷം മുത്തശ്ശിയുടെ കൂടെ അവരും ഡാൻസ് കളിക്കുകയാണ്. കുറച്ച് കളിച്ചപ്പോഴേക്കും മുത്തശ്ശിക്ക് നാണായിട്ട് അവരിങ്ങോട്ടേക്ക് മാറി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നീട് സിദ്ധുവും ഫ്രണ്ട്സൊക്കെ ചേർന്ന് തന്നെ കളിക്കുകയാണ്. അതേസമയം മഹേന്ദ്രനോടും കുടുംബത്തോടും അടങ്ങാത്ത വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മേഘ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മേഘ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇത് മഹേന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും അവസാന നിമിഷമാണ്. ഇനി അങ്ങോട്ട് എല്ലാ മഹേന്ദ്രൻ്റെ എല്ലാ സ്വത്തിനും അധിപ മഹാറാണിയായിട്ടുള്ള ഈ മേഘ മാത്രമായിരിക്കും എന്നൊക്കെ അവളിങ്ങനെ ചിന്തിച്ച് സന്തോഷത്തോടു കൂടിയാണ് വരുന്നത്. അതേസമയം മനോഹരനാണെങ്കിൽ ചേച്ചിയെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി അടിച്ച് പൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കേട്ട് മുത്തശ്ശി നാണത്തോടെ നിൽക്കുകയാണ്. അതേപോലെ മഹേഷ് ആണെങ്കിൽ ഒരു ഭാഗത്തു നിന്നും വളരെ സ്പീഡോട് കൂടിയാണ് വരുന്നത് ഈ ഒരു കാര്യം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി. മേഘയാണെങ്കിൽ മനസ്സിൽ നല്ല സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് മഹേന്ദ്രൻ്റെ സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ചതുപോലെ നടത്താൻ പറ്റും എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. അതേസമയം മുത്തശ്ശിയും മനോഹരനാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പല്ല് കുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് കാലമായിട്ട് കഞ്ഞിയും പയറും അതുപോലെ എന്തൊക്കെയൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നല്ല മൃഷ്ടാന്നമായിട്ടുള്ള സദ്യയും ഭക്ഷണമൊക്കെ കിട്ടിയപ്പോൾ രണ്ടുപേരും വയററിയാതെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ അവരിങ്ങനെ കുശലം പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഈ മനോഹരം പറയുന്നുണ്ട്, ചേച്ചി നൈസായിട്ട് നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാലോ? നീ എന്താടാ മനോഹര ഈ പറയുന്നത്? അല്ല ചേച്ചി, നിങ്ങളുടെ ഭർത്താവിനോടും മഹേന്ദ്രനോടും നമ്മളൊരു മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരൊരു പക്ഷെ നമ്മളെ ഇവിടെ തന്നെ താമസിപ്പിച്ചാലോ? ഇവരൊരു പക്ഷേ നമുക്ക് മാപ്പ് തരുമായിരിക്കും, പക്ഷേ മേഘ നമുക്ക് മാപ്പ് തരില്ലടാ. മുത്തശ്ശി ഭയത്തോടു കൂടി പറയാണ്. നമ്മൾ അവളെ ഒഴിവാക്കി ഇങ്ങോട്ടേക്ക് വരുന്നു മറ്റോ അവൾ അറിഞ്ഞാൽ അവൾ നമ്മളെ ബോംബ് വെച്ച് കൊല്ലും. അയ്യോ എൻ്റെ ചേച്ചി, എന്തിനാ ചേച്ചി ഇത്രയധികം പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നത്? സത്യമാണെടാ, മേഘ അങ്ങനെ ഒരുത്തിയാണ്. അവളുടെ അടുത്ത് നമ്മളെപ്പോഴും കുറച്ചധികം പേടിയോടെ വേണം നിൽക്കാൻ. അയ്യോ എൻ്റെ ചേച്ചി, ഇങ്ങനെ ദിവസവും ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയടിക്ക് മരിക്കുന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ്. അപ്പോൾ മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട്, എപ്പോഴാണ് ദൈവം മേഘയ്ക്ക് നല്ല ബുദ്ധി കൊടുക്കാമെന്ന് എനിക്ക് അറിയില്ലടാ. എങ്ങനെയെങ്കിലും അവളെ കുലദൈവം ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിഹാരം ചെയ്യണം. അങ്ങനെ നമ്മൾ പരിഹാരം ചെയ്യുകയാണെങ്കിൽ അവളുടെ മോശ സ്വഭാവമൊക്കെ മാറും. അവൾക്ക് ഇങ്ങനെയുള്ള തോന്നലുകളൊന്നും പിന്നീട് ഉണ്ടാവില്ലടാ. അപ്പം മനോഹര സംശയത്തോട് ചോദിക്കുകയാണ്, പരിഹാരം ചെയ്യാൻ മേഘ സമ്മതിക്കുമോ? അവള് പറ്റില്ല എന്ന് തന്നെയാണ് പറയുക. പക്ഷെ എങ്ങനെയെങ്കിലും അവളെ സമാധാനപ്പെടുത്തി പരിഹാരം ചെയ്തേ പറ്റൂ. അങ്ങനെ പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് വന്നിട്ടുള്ള എല്ലാ മോശങ്ങളും അവസാനിക്കും. അതിനുശേഷം അവൾ തെറ്റുകളൊക്കെ തിരുത്തുവിടാ. നിങ്ങളുടെ കൊച്ചുമോള് തെറ്റ് തിരുത്തു എന്ന് കാത്ത് കരുതിയിരിക്കുന്ന നിങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢി. മുത്തശ്ശിക്കും വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മനോഹരനോട് പറയുന്നുണ്ട്, വിശ്വാസമാണടാ ജീവിതം, നമുക്ക് ശ്രമിച്ചു നോക്കാം.
ചേച്ചി, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസാന അവസരം. ഇതിൽ മേഘ തിരുത്തി നന്നായില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവളുടെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടു പോവണം, അല്ലെങ്കിൽ അവൾ നമ്മുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. കാരണം ചേച്ചിയുടെ കൊച്ചുമോള് ഓരോ ദിവസം കഴിയും തോറും പിശാശായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാടാ. മുത്തശ്ശിയും സമ്മതിക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി ഇരുന്ന് പല്ല് കുത്തിയതിന് ശേഷം രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അതേസമയം മേഘയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ പ്രിയയും കൊണ്ട് വീട്ടിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ പ്രിയയും കൊണ്ട് വീട്ടിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം അവൾ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ വീട് അല്പസമയത്തിനകം ഇടിഞ്ഞ് പൊളിഞ്ഞ് മൊത്തമായി നശിക്കാൻ പോവുകയാണ്. ആട്ടവും പാട്ടവും എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഈ വീടിൻ്റെ അവസാന ഘട്ടമാണിന്ന്. ഇനി ഈ വീട്ടിലുള്ളവരോ ഈ വീടോ ഈ ലോകത്ത് കാണില്ല. അതിനുശേഷം ഒക്കത്തിൻ്റെയും അവകാശി ഞാനായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് മേഘ നടക്കുന്നത്. അപ്പോൾ പ്രിയാണെങ്കിൽ അമ്മയെ തോണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അമ്മ ഞാൻ മലറിൻ്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ അമ്മ. അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, പറഞ്ഞാൽ കേക്ക്, നീ വാ. എന്നിട്ട് പ്രിയയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശി മനോഹരനാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മേഘ വന്നതൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരും വീടിൻ്റെ അടുത്തെത്തിയ സമയത്താണ് മേഘ കാണുന്നത്. അവൾ രണ്ടുപേരെയും വീട്ടിനകത്താക്കി പൂട്ടിയിട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോഴേക്കും ഡോറൊക്കെ തുറന്ന അവസ്ഥയിലാണ്. അത് കണ്ടപ്പോൾ മേഘ ആദ്യം ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ചിന്തിക്കുന്നുണ്ട്, ഇനിയൊരു പക്ഷേ ഞാൻ പറഞ്ഞത് കേൾക്കാതെ സിദ്ധാർത്ഥിൻ്റെ നിശ്ചയത്തിന് പോയിട്ടുണ്ടാവുമോ? ചെച്ചേ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ അങ്ങനെ പോവത്തൊന്നുമില്ല. പുറത്തോട്ട് എങ്ങോട്ടേക്കെങ്കിലും പോയതായിരിക്കും. മേഘ പ്രിയയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. അതേസമയം മനോഹരനാണെങ്കിൽ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി, ഒരു നിശ്ചയ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഒന്നുമില്ലാതെ വെറും കൈയോടെ പോകുന്നത് തെറ്റല്ലേ? കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് നേരെ പൂജാമുറിയിലേക്കാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പോയ സമയത്ത് കുറേ ഫ്രൂട്ട്സൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ആപ്പിളും ഓറഞ്ചൊക്കെ എടുത്തിട്ട് ഷർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഒളിച്ചു വെക്കുകയാണ്. എന്നിട്ട് സ്വയം പറയുന്നുണ്ട്, ചേച്ചി അറിയാതിരിക്കണം, ചേച്ചി അറിഞ്ഞാൽ ചേച്ചി ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തു വെക്കുന്നത്. അങ്ങനെ അതിനുശേഷം തിരിച്ചവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് മേഘ കൊണ്ടുവച്ചത് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ പാത്രം അവിടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് 5ഓളം തേങ്ങകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, രാത്രി ചേച്ചി എപ്പോഴും കഞ്ഞിയല്ലേ വെക്കുന്നത്, കഞ്ഞിയുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് അവിടെയുള്ളൊരു തേങ്ങ എടുത്ത് നോക്കുന്നത്. കൂട്ടത്തിൽ വലുത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മേഘ വെച്ച തേങ്ങയാണ് എടുക്കുന്നത്. പക്ഷെ അത് കുലുക്കി നോക്കുന്ന സമയത്ത് കുലുങ്ങുന്നുണ്ടായിരുന്നില്ല. വെള്ളമില്ലാത്ത തേങ്ങയാണോ? ബാക്കിയുള്ള 4 തേങ്ങ എടുത്ത് നോക്കുമ്പോൾ ആ 4 തേങ്ങയും കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, ഇതിനകത്ത് വെള്ളം മുഴുവനായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും കുലുങ്ങാത്തത്. ഇത് കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വയറ് നിറയെ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും. മാത്രമല്ല ഇതിൻ്റെ കാമ്പൊക്കെ ഒരുപാട് ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് അതും എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ മേഘ കൊണ്ടുവച്ച ആ ഒരു ബോംബുള്ള തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഇന്നത്തെ കഥയുടെ ട്വിസ്റ്റ് പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ കഥ വൈൻഡപ്പ് ചെയ്യുന്നതും.